സോ എവ്രി വൺ, ഹൈ ടു ഉഷാസ് കുട്ടി ലോകം. അപ്പം ഇന്ന് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. ഡ്രോയിങ് ബേസ്ഡ്, ഡിസൈൻ ബേസ്ഡ് ഏതൊക്കെ വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോണേ അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഞാനിത് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആർട്ടിസ്റ്റ് ആയ കാരണം ഇതൊന്ന് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ 2 വർഷം മുന്നെയാണ് ആ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്ങനെയായിരുന്നു ഞാൻ എന്നുള്ളത്. സോ ഐ വാസ് ആക്ച്വലി ലിറ്ററലി വാസ് വർക്കിംഗ് ഓൺ സംതിങ് എൽസ്. ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ലോഗോ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഞാനത് സൈഡിൽ കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഞാൻ ചെയ്ത ഒരു കാര്യം. ഇത് ഞാൻ ചെയ്തിട്ട് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല, ഞാൻ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈവൻ ഐ ഡോണ്ട് ഹാവ് എൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മുടെ അമ്പലത്തിലൊരു ഫങ്ഷൻ, ഒരു പൂജ നടന്നായിരുന്നു. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ, ഈ നമുക്ക് എന്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു കം അപ്പ് ആൻഡ് ഡു ഇറ്റ് എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, പുറമേയുള്ള ആൾക്കാരും അതെ, ഈ നമുക്ക് ഇമ്പോർട്ടൻസ് തന്നില്ല അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ചിന്ത. ആക്ച്വലി അതല്ല, നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുത്താലല്ലേ നമുക്ക് ഓക്കെ ഈ കുട്ടി ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഒരു ചെറിയൊരു ബെഞ്ച്, ഒരു റെഡ് ബെഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റെഡ് ബെഞ്ച്. ഓക്കെ, ഈ റെഡ് ബെഞ്ചും പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് കീ ചെയിനും ഒക്കെ കൂടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ അമ്പലത്തിന് മുന്നിലാണ് വെച്ചത്. കുറേ പേര് വന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഇതെന്താ സംഭവം, ഇത് ഉഷ ഉണ്ടാക്കിയതാണോ? അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ വരച്ചതാണ്. അങ്ങനെ ഒരാൾ വന്നിട്ട്, ഞാൻ ആരുടെ പേര് പറയണില്ല, പക്ഷെ അവർ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്തതാണ്, ഇത് കീ ചെയിനൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, കീ ചെയിനോ? ഞാനത് യൂസ് ചെയ്യില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, യൂസ് ചെയ്യണ്ട, ഗിഫ്റ്റ് ചെയ്യാലോ, ആർക്കെങ്കിലും കൊടുക്കാലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു കഴിവിനെ നമ്മളെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയില്ലേ, അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ടെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു, ടെസ്റ്റിംഗ് തിങ് ആയിരുന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് എൻകൗണ്ടർ ദാറ്റ് ഐ ഗോട്ട്. I replied to him that he told me, okay, he said that he was not even able to buy also. Okay, so I was like, I didn't say to him to buy. പക്ഷേ ഞാൻ ഒന്നും മിണ്ടിയില്ല. I didn't say anything. I was not ഇങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ ടു മച്ച് ആവും. അപ്പം നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക നല്ലത്. സോ ഐ ഡിഡ്ന്റ് സേ എനിത്തിങ് ടു ഹിം. ദാറ്റ്സ് ഇറ്റ്. ഈ നല്ലത് ചെയ്യണത് കാണുമ്പോൾ നമ്മുടെ ഇടയിലൊരു ഒരു 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 ഇതുണ്ടല്ലോ, അതാണ് സംഭവിച്ചത്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് അതൊക്കെ ഒരു ശരിക്കും പറയാന്ന് വെച്ചാൽ സ്റ്റോൾ ഇടുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൺഫ്രണ്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ആൾക്കാരോട് അങ്ങനെ അങ്ങോട്ട് കുട്ടിക്കോഷിച്ച് പറയാറില്ലെങ്കിലും, ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ട്രിപ്പിന് പോയി. അതാണ് ചെന്നൈ ചെട്ടിനാട് ട്രിപ്പിന് പോയപ്പോഴാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര, അതൊരു എന്താ പറയുക, ശരിക്കും ട്രാവൽ വിത്ത് ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള പോലെ ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യുക. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ
എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയായിരുന്നു. നമ്മൾ കുറേ പേര് പോവാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളാണ് ഇത് കോർഡിനേറ്റ് ചെയ്യണത്, ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യണത്. അതൊരു അമ്പലങ്ങളിൽ, ചെട്ടിനാട് അമ്പലങ്ങൾ കോർഡിനേറ്റ് ചെയ്യണ ഒരാളാണ്. അയാളോട് ഞാൻ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് കീ ചെയിൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിത് കാണിച്ചോട്ടെ ഈ ഗ്രൂപ്പിന്, ഞാൻ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ വേഗം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓരോ സീറ്റിലും പോയിട്ടും ജസ്റ്റ് ഇമാജിൻ മൈ the kind of dedication, or you can say that it is out of the box thing. Okay, അത്ര വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരും ചെയ്യണ കാര്യം തന്നെയാണ്, വിൽക്കണ പരിപാടിയാണ്, സെയിൽസ് ആണ്. ബട്ട് ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടിട്ടില്ല. സോ ബട്ട് എൻ്റെ ഒരു വീക്ഷണം, ഒബ്സർവേഷൻ വാസ് ദാറ്റ് ഇൻസ്റ്റൻ്റ് ആണ് എനിക്കത് ചെയ്യാൻ വന്നത്. ഞാനതെടുത്തു, ഞാനത് എല്ലാവരുടെ അടുത്തും കാണിച്ചു. ചിലരത് നല്ലതാന്ന് പറഞ്ഞു. അവിടെയും എനിക്ക് അടുത്ത കൺഫ്രണ്ടിങ്, there was a one person who said, ഈ സ്വതവേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ സജഷൻസ് വരും. ശരിക്കും സജഷൻസിനെക്കാട്ടിലും നല്ലത് നമുക്ക് എപ്പോഴും കോംപ്ലിമെൻറ്റ്സ് ആണ്. എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു അപ്ലിഫ്റ്റ് എ പേഴ്സൺ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ ഇദ്ദേഹം എൻ്റെ കീ ചെയിൻ കണ്ടു. അപ്പോൾ കീ ചെയിൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആണോ ഈ കീ ചെയിൻ? അപ്പോൾ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആണ്, ഇത് കീ ചെയിൻ കീ ഒക്കെ ഇടാലോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി മൈ ഇൻറ്റൻഷൻ വാസ് ദ തിങ്സ് ദാറ്റ് ഐ യൂസ് വാസ് ഐ ഡിഡ്ന്റ് ഫോക്കസ് എന്നുള്ളതല്ല. അവർ കുറേ കാര്യങ്ങൾ, ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അത് വശത്താക്കി. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നിങ്ങളുടെ അഭിപ്രായമാണ്, അത് നിങ്ങളുടെ അടുത്തേക്ക്. പക്ഷേ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് ദെയർ, ഐ കെപ്റ്റ് ഓൺ മൂവിങ് ബാക്ക്വേർഡ്സ് ആൻഡ് സം പീപ്പിൾ ബോട്ട് ദ കീ ചെയിൻ. അങ്ങനെ പറഞ്ഞിട്ട് കീ ചെയിനും വാങ്ങിച്ചു. ഒരാൾ കമ്മലുണ്ടായിരുന്നു, കമ്മലും മേടിച്ചായിരുന്നു. ആ ട്രിപ്പിന് ഞാൻ എന്താ ചിലർക്ക് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. സോ വാട്ട് ഡിഡ് ഐ ഡു ഇസ് ദാറ്റ്, ഹോട്ടലിൽ ചെന്നപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് വന്നിട്ട് കൗണ്ടറിൽ, റിസപ്ഷൻ കൗണ്ടറിൽ ഞാനിങ്ങനെ വെച്ചു. റിസപ്ഷൻ കൗണ്ടറിൽ വെച്ചിട്ട് എന്തിനാ അതിങ്ങനെ ചെയ്യണേ എന്നുള്ളതിനെക്കാട്ടിലും അതിൻ്റെ ആ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറയില്ലേ, അതായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായത്. അപ്പം ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഓക്കെ, ഐ എം ഡൂയിങ് സംതിങ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി. ഒരു കണക്ഷനൊക്കെ, ചിലർ കണക്ഷൻ വെച്ചു, ചിലരില്ല. ചിലർ പിന്നീട് എപ്പോഴോ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്, ഗുരുവായൂർ എന്ന് വെച്ചാൽ എൻ്റെ നാട് ഗുരുവായൂരാണ്, അപ്പം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ, എന്നെ കണ്ടപ്പോൾ അത് അവരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണക്ഷൻ വന്നായിരുന്നു. പിന്നെ ഞാൻ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ഒരു ട്രിപ്പിന് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. രാമകൃഷ്ണസ്വാമിയുടെ ഒരു മഠം ഉണ്ട് ഈ ചെട്ടിനാടിൽ. ആൻഡ് അവിടെ കുറേ അനാഥ പിള്ളേർ വളരുന്നുണ്ട്. ബോയ്സാണ് അധികവും. അവർക്കൊക്കെ ഭയങ്കര ഈശ്വരഭക്തിയും എല്ലാം ഉണ്ട് അവർക്ക്. ആൻഡ് അവരുടെ ആൾക്കാരിൽ അവരുടെ ഇവർ കണ്ടക്ട് ചെയ്യണവർ, അവരുടെ ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അവരുടെ നാട്ടുകാരാണ്, പക്ഷെ കേരളത്തിലും ഉണ്ട് ബേസ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അവർ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തായിരുന്നു. ഫുഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ആ കീ ചെയിൻ്റെ കാര്യങ്ങളൊന്ന് ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ ആ കീ ചെയിൻ എടുത്തിട്ട് അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരെന്തൊക്കെയോ ചെയ്യണുണ്ട്, അപ്പോൾ അവർക്ക് അത് കുറച്ചും കൂടെ ഇൻസ്പിറേഷൻ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അവർക്ക് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫോട്ടോയാണ് ഇത്. അവർക്ക് ദേ വർ വെരി ക്യൂരിയസ്. അവർ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് കണ്ട ഒരു സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ മാതിരി ഇതെങ്ങനെയാണ് നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നമ്പൂരി ഗ്രൂപ്പിൻ്റെ നാം എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ കമ്മ്യൂണിറ്റിയിൽ, ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയാണത്.
അപ്പോൾ നമ്പൂരിമാരുടെ തന്നെ. അപ്പോൾ അതിൽ കുറേ ഞാൻ ആർട്ടിക്കിൾസ് ഇടാറുണ്ട്. ആർട്ടിക്കിൾസ് ഇട്ട് അവിടെ ഭയങ്കര ആക്റ്റീവായി. അപ്പോൾ ആക്റ്റീവായപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഈ ഒരു നാമിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല പറ്റണ പോലെ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ചെയ്തെങ്കിലും എനിക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത്. അപ്പം ഞാൻ അതിന് ആ ഒരു നാമിന് ഞാനൊരു സ്റ്റോൾ ഇട്ടു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് പ്രോപ്പർ സ്റ്റോൾ ദാറ്റ് ഐ ഗോട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ ഗ്രൂപ്പ് ഞാൻ അന്ന് ഇതിൽ കാണിച്ചായിരുന്നു. അമ്മയുടെ ഒരു ഇതിൽ ഓരോ സ്റ്റോളിനും ഓരോ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതിൽ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ദിസ് ഇസ് നോട്ട് വാട്ട് വി എക്സ്പെക്റ്റഡ് എന്നുള്ളത്. പക്ഷെ ആക്ച്വലി നമുക്കത് എക്സ്പെക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എത്രയായാലും ആൾക്കാർക്കൊരു ചോദ്യം വരും, ഇതെന്താണ് ഇങ്ങനെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കങ്ങനെ ഇതാവാൻ പാടില്ല. വി ഷുഡൻ ഗോ ബാക്ക്വേർഡ്സ്, വി ഷുഡ് ഗോ ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഒരു ജിസ്റ്റ് എന്താന്ന് വെച്ചാൽ എന്ത് വന്നാലും നമ്മളെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്താലും ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ നമ്മൾ സ്ട്രൈവ് ചെയ്ത് പെർസിവറൻസ് എടുത്ത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ യു വിൽ റീച്ച് ഹൈറ്റ്സ്, ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പോൾ ഞാൻ ഈ സ്റ്റോളുകൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് the live audience that you get to meet is very high, and if you can inspire at least one person, അതന്നെയാണ് ഏറ്റവും വലിയ ലോട്ടറി അല്ലെങ്കിൽ ഏറ്റവും വലിയ സക്സസ് പോയിന്റ് എന്ന് പറയാം ഇതിന്ന്. അപ്പം ഞാൻ ഇത് നിർത്തുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ until next time, thank you for joining me into this കുട്ടി എക്സ്പീരിയൻസ് വീഡിയോ.